Namaste. Good morning to all and happy Independence Day. നമുക്കറിയാം ഇപ്പം കൊറോണ വൈറസ് ആണ് എല്ലായിടത്തും ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നേരി കാണാനൊന്നും പറ്റില്ല ആർക്കും. എന്നാലും നമ്മുടെ ബ്രോഷറി പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡ്സ് തമ്മിൽ എല്ലാവരും മാനസികമായി അടുപ്പത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ 40 പേരോളം ഉണ്ട്. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്ത മീറ്റിങ്ങിൽ ഇത്രയും പേര് പങ്കെടുക്കാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുമായിട്ടും വാട്സപ്പിലായാലും നമ്മൾ അടുപ്പമുണ്ട് എല്ലാവരും തമ്മിൽ. അപ്പം രണ്ട് ഉദ്ദേശമാണ് മെയിനായിട്ട് നമുക്കുള്ളത് ഈ മീറ്റിങ്ങിൽ. ഒന്ന്, നമ്മളെല്ലാവരും ഗാദർ ചെയ്യുന്നു, നമ്മുടെ ഫാമിലി ഗാദറിങ്. രണ്ട്, എനിഗ്മ പ്രസൻറ്റ് ചെയ്യുന്ന മാഗസീൻ്റെ പബ്ലിഷിംഗ് കൂടാണ്. അപ്പം അതിൽ എടുത്തു പറയേണ്ട കാര്യം ആയുഷിയെ കുറിച്ചാണ്. ആയുഷിയാണ് കുറച്ച് ടൈം കൊണ്ട് അത് കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ ആയുഷിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ആണ് പറയുന്നത്. ഒരു അപ്രിസിയേഷൻ ഉണ്ട് പെട്ടെന്നെല്ലാം കോർഡിനേറ്റ് ചെയ്തതുകൊണ്ട്. പിന്നെ ശ്രുതി, കാരണം ഇന്നലെ നമ്മളത് പബ്ലിഷ് ചെയ്ത ആ മാഗസീന് കവർ പേജ്, അതിനകത്ത് പിക്ചർ വരച്ചത് ശ്രുതിയാണ്. അപ്പം ശ്രുതിക്കൊരു സ്പെഷ്യൽ അപ്രിസിയേഷൻ ഉണ്ട്. പിന്നെ മാഗസിന് വേണ്ടി കണ്ടന്റ്സ് എല്ലാം തന്ന എല്ലാവർക്കും, എനിക്കിങ്ങനെ എല്ലാവർക്കും സ്പെഷ്യലായിട്ട് അപ്രിസിയേഷൻ ഉണ്ട്. പിന്നെ സിബി സാറാണ് കൂടെ നിന്നത് എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്യാൻ. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പം എല്ലാവരെയും, എല്ലാ ഫാക്കൽറ്റീസിനെയും എനിഗ്മയുടെ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സീനിയേഴ്സിനെ, MPhil, PhD സ്റ്റുഡൻസ്, ഫാക്കൽറ്റീസ്, ഓൾ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. സിബി സാറിനെ ഇനി മാഗസീൻ്റെ പ്രസന്റേഷന് വേണ്ടി ക്ഷണിക്കുകയാണ്. Thank you, Devika. So we will go to that presentation. So I officially release the magazine. So let me present that magazine for you. കാണാലോ അല്ലേ? ഇതാണ് നമ്മുടെ മാഗസീൻ എൽ സജിത്തോ. ഞാൻ അതിന്റെ ആദ്യത്തെ പേജാണ് കാണിക്കുന്നത്. ഈ ഡ്രോയിങ് നമ്മുടെ ശ്രുതിയുടെ ഡ്രോയിങ് ആണ്. നമ്മൾ വളരെ പീക്ക് മൊമെന്റിലിരുന്ന് ഫെബ്രുവരിയിലൊക്കെ ഒത്തിരി പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നത് ശ്രുതിയുടെ ചിത്രങ്ങളാണ്. ശ്രുതി മനോഹരമായിട്ട് ഈ ചിത്രം വരച്ചിട്ടുണ്ട്. വളരെ നല്ല ഡിസൈനാണ്. ഒത്തിരി പേര് ഞാനിത് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടപ്പോഴേ അപ്രീസിയേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ശ്രുതി പറയുമായിരിക്കും ഇതിനെക്കുറിച്ചൊക്കെ. ഇതാണ് എനിഗ്മയുടെ എൽ സജിറ്റോർ എന്ന് പറയുന്ന മാഗസീൻ. മാഗസീൻ ഓൺ ഫ്രീഡം നല്ല ടൈറ്റിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ആപ്റ്റായിട്ട് ഇന്ന് തന്നെ ഇത് റിലീസ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഇതിന്റെ പുറകില് ആയുഷി ആണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആയുഷിയുടെ ഒരു ഇൻട്രഡക്ഷൻ ഒക്കെ ഉണ്ട്. ആയുഷി ഇതൊക്കെ പറയുമായിരിക്കും. അതുപോലെ വളരെ രസകരമായ തോന്നിയ ഒത്തിരി കാര്യങ്ങൾ, ഞാനിത് മൊത്തം വായിച്ചു നോക്കുകയായിരുന്നു ഇന്നലെ. വളരെ ടച്ചിങ് ആയി ഇട്ടുള്ള കവിതകള്, പിന്നെ അതുപോലെ തന്നെ റൈറ്റപ്സ്, ദേവികയുടെ റൈറ്റപ്പ് ഒക്കെ ശരിക്കും വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് അലിഞ്ഞ് നിൽക്കുന്ന കുറെ എഴുത്തുകളൊക്കെ ഉണ്ട്. ദേവിയുടെ എഴുത്ത് വളരെ മനോഹരമാണ്. അതുപോലെ ലക്ഷ്മി ഇംഗ്ലീഷിലൊരു പോയം എഴുതിയിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെയും വളരെ ഇഷ്ടപ്പെട്ടു. അച്യുതന്റെ ഡ്രോയിങ്, ദിവ്യയുടെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു എഴുത്ത്, 23 പേരെ കുറിച്ചുള്ള എഴുത്ത്, മലയാളത്തിലുള്ളൊരു കവിത, ആശയുടെ മലയാളത്തിലുള്ളൊരു കവിത, ആയുഷിയുടെ ഒരു 2 വരി കവിത, അതുപോലെ എല്ലാവരുടെയും വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ സമയമെടുത്തത് വായിക്കുക. ഞാൻ ഇതിന്റെ ലിങ്ക്, മെറീറ്റയുടെ എഴുത്തും
നരേറ്റയുടെ കുറെ ഇഷ്ടങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ജിജിന്റെ റൈറ്റപ്പ്, അതുപോലെ തന്നെ സഹറ, അശ്വിന്റെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രോയിങ്, ഇതെല്ലാം I really appreciate the effort being taken. And of course I want to mention about Fatima. മേഘനയുണ്ട്, അതുപോലെ തന്നെ ജയലക്ഷ്മി, സഫ്രീന, ദേവിക, അമ്മയെക്കുറിച്ച് ഷ്യാം എഴുതിയിരിക്കുന്നത്. ആൻഡ് പിന്നെ ഒരു ഹൈലൈറ്റ് ഇവന്റ് ആയിട്ട് ഹിന്ദിയിലെ നമ്മുടെ ഫാത്തിമ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഇനി എനിക്കത് വായിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഫാത്തിമ അത് വായിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആശയുടെ ഒരു പോയം. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി നിങ്ങൾ സംസാരിക്കുമായിരിക്കും. ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിക്കുക. എല്ലാം നമുക്ക് ഇന്ന് ഇങ്ങനെ പറയാനായിട്ട് സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ദേവിക എന്നോട് സൂചിപ്പിച്ചിരുന്നു വളരെ ബ്രീഫായിട്ട് ഇതിനെക്കുറിച്ച് ദേവിക തന്നെ സംസാരിക്കുമായിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ പുറകില് ദേവികയാണ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് ഇത്രയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ദേവിക ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ 30 നിപ്പുണ്ട്. അവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് എല്ലാവരെയും. അതുപോലെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഫെലിസിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത എല്ലാവരെയും, ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും PhD സ്കോളേഴ്സ്, അതുപോലെ തന്നെ SRSSനെയും എനിക്മേനെയും ഒക്കെ ഞാനിവിടെ ഓർക്കുകയാണ്. നമ്മൾ ഒത്തിരി കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഓർമ്മയുണ്ടാവും. നമ്മളെല്ലാവരും അവിടെ ആണ് കൂടിയത്. ആ ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ റീകളക്ട് ചെയ്യുമ്പോൾ നല്ല മെമ്മറീസ് ആണ്. അതൊന്നും ഇപ്പൊ സാധിക്കില്ല എങ്കിൽ പോലും നമ്മുടെ ആ സ്പിരിറ്റ്, ആ ഹോപ്പ് നഷ്ടപ്പെടാതെ നമ്മൾ ഇന്നും മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യമാണ്. സോ മമത മാഡം ഹാസ് ഓൾസോ ജോയിൻ. സോ ഐ വാണ്ട് ടു സേ എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. ആൻഡ് you also share positive messages in your status so that our spirits will be always lifted. And also I appreciate Jawahar sir also taking care of each and every student by making mini groups and giving a hope that we can overcome this times by planning and studying for competitive exams. So I thank all members in our physics family for the support. So over to you, Devika. Thank you, sir. And all the credits of this magazine goes to Ayushi, because I know that personally she worked a lot, and her dedication, I know that personally. So I invite Ayushi to speak something about the effort she made for making this magazine. I mean, welcome Ayushi. Hello all. Good morning to all. Happy Independence Day. And we know this COVID pandemic has taken our beautiful days of campus life. But I hope this magazine could help us to put some colors in these bold days. And I hope this magazine will be a really memorable one. And first of all, I want to thank you, CB sir, for giving this opportunity and for giving me the responsibility to be the magazine editor. And then I would like to thank to all my enigmas for their support, their love, and their guidance for correcting me. And many thanks to all my dear friends who gave their creative contributions to this magazine. And a big thanks to Sudhi also. He has taken great effort for that beautiful cover page. Many thanks to Devika and Rita. They also gave their great support.
And also, I want to thank COVID-19 for making us more creative. And thank you all. And Thank you. I'm dedicating this magazine to you all. Thank you. Happy Independence. Thank you, Aishi. And next, I want to welcome Shruti because we already discussed about the cover page. That was so much attractive and some messages behind that picture. So the best person to explain that is Shruti itself. So I welcome Shruti to explain about that picture. ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. എനിക്ക് ഈ പടം വരയ്ക്കാൻ തന്നത് ആയിഷയാണ്. അപ്പോൾ അതേപോലെ നല്ല എന്താ പറയാ, ആ കവർ പേജ് വരയ്ക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒരു ഫ്രീഡത്തെ പറ്റിയാണ് അത് പറയുന്നത്. ചങ്ങലക്കെട്ടിനുള്ളിലായ ഒരു മനുഷ്യൻ ഒരു പുറത്തു പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ചങ്ങലയൊക്കെ പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹത്തെയാണ് ആ ബേർഡായിട്ട് കാണിക്കുന്നത്. ആ ചങ്ങല കെട്ടുന്ന എന്താ പൊട്ടിച്ചു പോകുന്ന ഒരു ഫ്രീഡം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ പക്ഷികൾ കൊണ്ട് ഒരാളുടെ ഫേസ് വരയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. വിഷമിക്കുന്ന ഒരു മനുഷ്യന്റെ ഫേസ് ആ പക്ഷികൾ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ Thank you, Shruti. Again, appreciate you because very nice picture. And next, I want to welcome Asha because you can see in that magazine many contents from Asha. Asha's word, she writes very nicely. Her quotes, poem, and write-up are very attractive. So I welcome Asha to explain about her contents and her experience. Hi, good morning all. Happy Independence Day to all of them who have gathered here. Telling about my articles, that is I have written about 3 poems, but 3 of these articles are written in Malayalam, so that I think it will be difficult for Mavadavis to follow it. I will say what prompted me to write it. In that 2 of it deals with gender equality. We will be thinking that while we are celebrating today the Independence Day, what is the importance of thinking about this gender equality? But I strongly believe that the progress of a nation can only be measured by measuring the degree of the progress that the vulnerable sections of the society have been achieved. That can be bring to forefront only with the equality in every opportunities and in everything we can give to both the gender, and there should not be any differences in the name of caste, creed, or gender. And that is what I deal with 2 of that poems. And in the other one, I have written about the freedom of expression, because I think nowadays in India the freedom of expression is one of the most challenging topic, because many of the writers, that is during the independence struggle, the independence we have achieved was in one way contributed by many of these writers through their writings. But now in these days we are challenged of being the freedom of speech, that is we can't write or say, we cannot express what we think in the manner that is it is being suppressed somewhat by many forces. So I think that it should be changed, and the freedom must be granted for the expression of their own things, that is what they think about the nation and what is their viewpoints. So in that viewpoint I have written that. That's only. Then also I want to express a lot of gratitude for everyone who have gathered here. Thank you. Thank you, Asha. Thank you for a great effort.
Okay, next I want to welcome Merita because Merita's write-up is so lengthy and that so touching. And I welcome Merita to express some words about her write-up. Good morning, all. Happy Independence Day. So, my write-up is somewhat lengthy, but I didn't find time because due to some health problems, I cannot do it so fine. But I am here to speak about the individuality and originality of various kinds of issues that are surrounding around the social media. So, I want to speak about the I'm a science student. Then also I like mythology so much. So mythology is not been it's a somebody's truth. So here I want to express that each and every idea that the nations. Every people is very equally important because each one's concepts, ideas are to be spoken to public even if there are conflicts based on religion, caste, creed. Each and every individual's ideas and concepts are important for a nation's independence, and there actually the true independence lies there because each and everyone has to uh, uh, understand their restrictions and their inabilities, their insecurities, and to come out of it. They have to try, and they cannot be judged by certain religion or political scenario, but they have to deal with such kind of problems, and each idea will cooperate to the nation's development, and this idea has to be established through it. I know it's somewhat lengthy, but all try to analyze and review the write-up I have written. Thank you. Thank you, Merita. Also, special appreciation for Merita because she suffers from shoulder pain. So, even in that time or in that pain, she had written. Thank you. And next, I want to welcome Achyutan because there is a beautiful picture in that magazine. Very beautifully drawn by Achyutan. So, I invite Achyutan to explain about that picture and his effort. Good morning, all. Happy Independence Day. I don't know what to say about that picture. I usually draw such pictures when I feel like, so I don't put much thought to it. And later it came to mind that it might be related to freedom, and so I thought of including it in the magazine. So the Great Wall of China, I thought, was a sort of symbol of freedom of the Chinese people from Mongolian invasion. It's somewhat related to history. So I thought it seems fitting, so I included it in the magazine. Thank you, Achyutan. Thank you for your effort. Thank you for the comments. Okay. There is also another picture in that magazine drawn by Ashwin. I welcome Ashwin to explain about that picture. Good morning, all. Happy Independence Day. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ചിത്രം ഒരു ഫ്രീഡത്തിനെ കുറിച്ചൊരു പിക്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആയുഷി പറഞ്ഞ സമയത്ത് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ഏത് ചിത്രം വരയ്ക്കണം അങ്ങനെ. അപ്പം കുറച്ച് ഒരു 2 ദിവസം കഴിഞ്ഞപ്പം ആയുഷ് തന്നെയാണ് ഈ ഒരു ചിത്രം അയച്ചു തന്നിട്ട് പറഞ്ഞത് ഈ ചിത്രം വരച്ചാൽ മതി ഇതില്. അപ്പം ഞാൻ ജസ്റ്റ് അത് ചിത്രത്തിനെ കുറിച്ച് അനലൈസ് ചെയ്യാതെ ജസ്റ്റ് വരച്ചു. അത് പിന്നെ അതിലെന്ന് പറയുന്ന ഒരാളുടെ അയാളുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാതെ അത് ഫ്രീഡം റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ടുള്ള കാണിക്കുന്ന ഒരു പിക്ചറാണ്. Thank you, Aishi, for giving this opportunity to me, and thank you all. Thank you, Ashwin, and thank you, Ayushi, also for helping him. And next, I want to welcome Divya
because her write-up is also touching. So I want to welcome Divya to explain about that write-up. Good morning. Happy Independence Day to my family. And this is a write-up I get while clubbing the 23 dreams of our class. And in our class, majority wish to be teachers, then civil servants. Some wish to study mythology after their post PhD. Some are scientists, some are activists, some are artists, and some to continue as a government employee. And I mean that is 90% of them wish to complete others' happiness in different field. Not only just earning for something, all wish to do social services. So this is I write in perspective, so you can read it. Thank you. Thank you, Divya. And there was a Hindi write-up in that magazine, very unique, and that was written by Fatima. So special appreciation for her for that effort. So I will welcome Fatima to explain. Good morning, everybody. Happy Independence Day to all. Actually, this write-up is written by me and my brother. This write-up is explained about freedom in our India. We know we have freedom, but one question: what kind of freedom is this? നമുക്കറിയാം എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ഏത് തരം ഫ്രീഡം ആണ് ഉള്ളതെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം ഒരു ഫ്രീ ഹിന്ദുസ്ഥാൻ എന്ന ഒരു ആളെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് എ സോഷ്യലിസ്റ്റ് കൺട്രി വെയർ പീപ്പിൾ ഓഫ് എവറി ലെവൽ ഗെറ്റ് ഈക്വൽ റൈറ്റ്സ്, വെയർ ഹ്യൂമൻസ് ഡു നോട്ട് ഒപ്രസ് ഹ്യൂമൻ ബീയിങ്, women and children are not exploited, every religion of every caste with love and brotherhood among themselves. But what kind of independent India have we built today, where the biggest religion is forgetting humanity and becoming a guardian of its own religion? It has gone on killing each other. The freedom fighters did not provide freedom for such a day. Today, freedom has been limited to just slogans and linguistic games. The truth of the pure is that freedom has been strong more than just an emotion and remains a word. സ്വാതന്ത്ര്യം എല്ലാവരും പറയും നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്. എങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്ത് കുട്ടികളായാലും സ്ത്രീകളായാലും എന്തിന് മനുഷ്യരായാലും മതത്തിന്റെ പേരിലും എല്ലാത്തിന്റെ പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകുന്നു. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് ഇല്ലാത്ത പോലെയാണ് ജനങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം വരുമ്പോഴും റിപ്പബ്ലിക് ദിനം വരുമ്പോഴും സ്റ്റാറ്റസും വന്ദേ മാതരം സോങ്ങും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. ഇപ്പം മുമ്പൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ഞാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ, സെക്കുലർ സ്റ്റേറ്റ് എന്നൊക്കെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് അങ്ങനെ അല്ല. എന്തോ ഒരു പ്രത്യേക ഒരു മതം, ഒരു മുമ്പുണ്ടായിരുന്ന ഹിന്ദു എന്ന രാഷ്ട്രം അതിനെ മതമായിട്ട് മാറ്റി, ഹിന്ദു എന്ന രാഷ്ട്രമല്ല, മുമ്പുണ്ടായിരുന്ന രാഷ്ട്രത്തെ പല മതങ്ങളും അത് മതത്തിന്റെ പേരിൽ മാത്രം അടിച്ചടിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വർഗീയതയുടെ പേരിലാണ്. അപ്പൊ ഏത് തരം ഫ്രീഡമാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ അതിനെ പറ്റിയൊരു എനിക്ക് ഹിന്ദി അത്ര അറിയത്തില്ല, എൻ്റെ ബ്രദറിന് ഹിന്ദി നന്നായിട്ട് അറിയാം. അപ്പം നമ്മൾ ഹിന്ദി ആണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രഭാഷ എന്ന് വെച്ചത് എൻ്റെ ഒരു വ്യൂവേഴ്സിന് അയക്കാം. ഹിന്ദിയിലോട്ട് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ്, അതാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും സ്വയം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എന്ത് തരം ഫ്രീഡമാണ്, നമുക്ക് എങ്ങനെയുള്ള ഫ്രീഡം, ഒരു ഹിന്ദുസ്ഥാൻ എന്ന ഒരു ആളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എങ്ങനെയുള്ള ഒരു ഫ്രീഡമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്നതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു റൈറ്റപ്പാണ്. താങ്ക് യു ഓൾ. Thank you, Fatima. Fatima's words were very genuine, and also thanks for your brother for helping you. And next, I want to welcome Meghna, because in that magazine there is also a very lengthy article there. So something behind that article. So I welcome Meghna to explain about that. Hi, good morning all. Happy Independence Day to all. എൻ്റെ ആർട്ടിക്കിളിൻ്റെ ഹെഡിങ് പറയുന്ന പോലെ തന്നെ
സമൂഹവും സ്ത്രീയും ഭരണഘടനയും എന്നാണ് അതിൻ്റെ ഹെഡിങ്. അപ്പം ഇത് എഴുതാനുണ്ടായൊരു മോട്ടീവ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നതാണ് ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനം അവസാനം കൊലപാതകത്തിൽ ചെന്നെത്തിച്ച കുറേയേറെ കേസുകളുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രം 133ഓളം സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത്. അതും ശരിക്കുള്ള കണക്കല്ല, തെളിയാത്ത കേസുകൾ അതിൻ്റെ കൂടെ വേറെ ഉണ്ട്. അപ്പം അത് പിന്നെ ജെൻഡർ ഈക്വാലിറ്റി, നമ്മുടെ സമൂഹത്തിൽ എത്ര ആൾക്കാർ പറഞ്ഞാലോ ഈക്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും പല മേഖലകളിലും ഇപ്പോഴും അടിച്ചമർത്തലുകളുണ്ട്. പലരും ഗാർഹിക പീഡനം പറഞ്ഞ സാധനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അപ്പം അതും ഭരണഘടനയുടെ ഓരോ ആർട്ടിക്കിൾ വെച്ചിട്ടാണെങ്കിൽ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് സമൂഹം അതിനെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു ആർട്ടിക്കിളാണ്. പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് 10-15ഓളം ആർട്ടിക്കിൾ റെഫർ ചെയ്തിട്ട്, കാരണം നമ്മളൊരു കാര്യത്തിനെ പറ്റി പറയും, ഇങ്ങനൊരു സെൻസിറ്റീവ് വിഷയത്തിനെ പറ്റി പറയുമ്പം നമ്മൾ കുറച്ചധികം വായിച്ചിട്ട് എഴുതണം. അല്ലെങ്കിൽ കാരണം നമ്മൾ പൊട്ടത്തരം ഒരിക്കലും വിളിച്ച് പറയാൻ പറ്റില്ല, കാരണം അത്രയും സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് ഭരണഘടനയെ കുറിച്ചുകൂടി പറയുമ്പോൾ. പിന്നെ ഞാൻ ആർട്ടിക്കിൾ എഴുതി കൊടുക്കാന്ന് പറഞ്ഞ ദിവസം ഒരിക്കലും എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റിയിട്ടില്ല ആയുഷിക്ക്. അതിന് ഇപ്പോൾ ഒരു സോറി പറയാണ്. ഞാൻ അവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടത് എന്നത്, എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം എനിക്ക് ബാക്കി എഴുതാൻ പറ്റിയില്ല. പിന്നെ അവസാനം ഇന്നലെയാണ് ഞാൻ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കണേ. പിന്നെ നമ്മുടെ ക്ലാസ്സിലൊന്നുമല്ല, വേറൊരു ആളെ എനിക്ക് കുറേ ആർട്ടിക്കിൾസ് തന്നിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരാളെന്നെ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ ആളെ ഓർക്കാണ്. പിന്നെ എൻ്റെ ആർട്ടിക്കിൾ മലയാളത്തിലാണ്, മമത മിസ്സിന് വായിക്കാൻ പറ്റില്ല എന്ന് അറിയാം. വലിയൊരു ആർട്ടിക്കിളാണ്, പക്ഷെ കുറേ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കുറേ നമ്മുടെ സമൂഹത്തിൽ നടന്ന കേസുകളെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലെങ്തി ആണെങ്കിൽ പോലും എല്ലാവരും ഒന്ന് വായിക്കുക. പിന്നെ Mamta ma'am, my article is in Malayalam. I know that it will be very difficult to read it. So talking about it, it is about society, women and constitution. It's a lengthy article. I know it will be very difficult to read it. And okay, that's fine, no problem. But it's a great effort you have put, right? So that's fine. Very nice to hear from all of you. Okay, thank you all. Thank you, Miss. Thank you, Meghna. Thank you for your words. Okay, next I want to welcome Jayalakshmi, because Jayalakshmi is also write a poem. So I want to welcome Jayalakshmi. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും സാന്ത്വദിന ആശംസകൾ. ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു പോയമാണ്. അത് പൂമ്പാറ്റ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ്. യഥാർത്ഥത്തിൽ സാന്ത്വദിനത്തെ കുറിച്ചൊരു പോയ എഴുതാനാണ് ആയുഷ് എൻ്റെ അടുത്ത് സാന്ത്വദിനത്തെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എഴുതുന്നത് ഞാൻ അങ്ങനെ വല്ലപ്പോഴും എഴുതാറുള്ളൂ. അപ്പോഴത്തേക്ക് ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് അങ്ങനെ എഴുതാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം സാന്ത്വദിനത്തെ കുറിച്ച് എഴുതി നോക്കി. അപ്പോൾ അതത്ര ശരിയായില്ല. പിന്നെ ഞാൻ മുൻപ് എഴുതിയൊരു കവിതയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് കവിത എന്ന് പറയുന്നത്, കവിതയിലെ എല്ലാ സാഹിത്യവും നമുക്ക് വായിക്കുന്നവരുടെ രീതിയിൽ നമുക്ക് വായിക്കാം. അപ്പൊ അതാണ് ഈ സാഹിത്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വായിക്കുന്നവരെങ്ങനെ അത് ഉൾക്കൊള്ളുന്നു എന്നത് അവരുടെ മൈൻഡ് അനുസരിച്ചാണ്. അപ്പൊ എഴുതുന്നവർ വേറെ ഉദ്ദേശത്തോടെ എഴുതിയാലും വായിക്കുന്നവർക്ക് പല ഉദ്ദേശത്തോടെ വായിക്കാം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അത് എഴുതിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ചൊന്നും അല്ല. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഞാൻ ഇപ്പൊ ഇരുന്ന് ആലോചിച്ചപ്പം തോന്നിയതാണ്. അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് വേണമെങ്കിൽ പറയാം. കാരണം എന്താന്ന് വെച്ചാൽ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു പൂവിനെ ഒരു ശലഭം സ്നേഹിക്കുന്നതായിട്ടാണ്. പക്ഷെ അങ്ങനെ ശലഭം പൂവിന്റെ അടുത്ത് പ്രണയം പറയുമ്പോഴത്തേക്ക് പൂവിന് വേറൊരാളെ ഇഷ്ടമാണ്. അതുകൊണ്ട് പൂവ് പ്രണയം നിരസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ശലഭം അത് കേട്ടുകൊണ്ട് പറന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ചിന്തിക്കാവുന്ന എന്താന്ന് വെച്ചാല് ശലഭത്തിന് വേണമെങ്കിൽ അത് ആ പൂവിന്റെ തീരുമാനത്തെ വേണമെങ്കിൽ എതിർക്കാമായിരുന്നു.
വേണമെങ്കിൽ നിർബന്ധം പിടിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. രണ്ടുപേരുടെ സാന്തത്തിൽ തന്നെ നിൽക്കുന്ന പൂവിന് മറ്റേയാളെ സ്നേഹിക്കാനുള്ള അനുവാദം ശലഭം കൊടുക്കുകയും എന്നാ അവിടെ ശലഭം പറയുന്നുണ്ട്, ഞാൻ എന്താണ് വേറെ ഒരിക്കലും എന്റെ മനസ്സിലെപ്പോഴും നീ തന്നെ ഉണ്ടാവും. അത് ശലഭത്തിന്റെ ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അവരുടെ ആയിട്ട് നമുക്ക് കണക്കെടുക്കാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. അത്രേ ഉള്ളൂ. അല്ലാതെ അത് വേറൊരു രീതിയിൽ നോക്കുവാണെങ്കിൽ അത് സാധാ ഒരു കവിതയാണ്. അപ്പൊ വായിക്കുന്നവരുടെ ഇഷ്ടം അനുസരിച്ച് വായിക്കാം. അത്രേ ഉള്ളൂ എന്റെ കവിതയെ കുറിച്ച് പറയുകയാണെങ്കിൽ. എല്ലാവരും വായിക്കുക. നന്ദി. Thank you so much, Jayalakshmi. There was also a poem about mother by Shyam. There was also a touching poem. Okay, I want to welcome Shyam to explain about it. ഗുഡ് മോർണിംഗ് ഓൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. എനിക്ക് ഈ ഒരു പോയം എഴുതാൻ തോന്നിയത് ഞാൻ പണ്ട് വായിച്ച ഒരു സ്റ്റോറിയാണ്. അതിൻ്റെ അകത്തൊരു കുട്ടി, അമ്മയില്ലാത്തൊരു കുട്ടി, അവനെ കുറേ പേര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതിൽ ആ കുട്ടി അവൻ്റെ അമ്മയെ പറ്റി ആലോചിക്കുന്നത് പോലെയാണ് ഞാൻ എഴുതിയേക്കുന്നത്. വളരെ കുറച്ചുള്ളൊരു ഷോർട്ട് പോയമാണ്. എല്ലാവരും വായിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ആയിഷയ്ക്ക് വളരെ നന്ദിയുണ്ട്. ആയിഷ പറഞ്ഞിട്ടാണ്, തീം പറഞ്ഞു തന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു ക്രിയേഷൻ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഇത്തിരി ലേറ്റായി പോയി. അതിന് ആയിഷയോട് സോറി പറയുന്നത്. എല്ലാവരും വായിക്കുക. താങ്ക് യു ഓൾ. Okay, thank you, Shyam. There was also a handwritten story or a write-up by Jijin. Okay, I want to welcome Jijin to explain about it. Good morning all. I wish you happy Independence Day. I also contributed a write-up about freedom of speech in science. We all know what is freedom of speech. Freedom of speech means you support the right of people to say exactly those ideas which you need to agree with. But why there is a need of freedom of speech in science? We deal with the test tubes, readings, hadron colliders. But we know these are merely tools to help us to accomplish a far greater mission. I hope you know about Marshall and Warren. In a historical point of view, gastrics and ulcers were considered to be after effects of mental stress, but they proved no, it was due to the infection by bacteria. But no other scientists were there to support them. So finally they sacrificed them. They consumed bacterial colonies and had gastrics themselves, and they used antibiotics to cure the disease. So there is always a constraints in the field of science. Scientists also face problems in putting forward their ideas. I'm not talking much about my concept that I have written, but I'm finishing my talk with the quote of Max Planck: a new scientific truth does not triumph by convincing its opponents and making them see the light, but rather because its opponents eventually die and new generation grows up that is familiar with it. So I hope you read the write-up, and I want all of you to keep questioning the authorities. Thank you. Thank you very much, Jijin. Next, I want to welcome Sahara, because she wrote a poem, a very good poem in that magazine. So I want to welcome Sahara to explain about it. A very good morning to all and happy Independence Day. ആയുഷ് പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരുപാട് എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കി എസ്സേ ഒക്കെ, പക്ഷെ ആദ്യമൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ രണ്ടാമത് ആയുഷ് പറഞ്ഞപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ എഴുതാമെന്നൊക്കെ കരുതി തുടങ്ങിയപ്പോൾ മനസ്സിലായി എനിക്ക് എസ്സേ ഒന്നും എഴുതാൻ പറ്റില്ല എന്ന്. അങ്ങനെ ചുമ്മാ ഒരു കവിത എഴുതാനായിട്ട് ശ്രമിച്ചു നോക്കിയതാണ്. കവിത വേറൊന്നുമില്ല, എല്ലാവരും സ്വാതന്ത്ര്യം എന്ന് പറയണുണ്ടല്ലോ. അപ്പോ ഒരു പക്ഷി ചിന്തിച്ചു നോക്കി, ശരിക്കും ഞാൻ ചിരിക്കണുണ്ട്, കളിക്കണുണ്ട്, പിന്നെ എനിക്ക് എന്തിനാണ് ഈ സ്വാതന്ത്ര്യം, ഇത് കിട്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാനൊന്നും ഇല്ല എന്ന് ചിന്തിച്ചു നോക്കിയ ഒരു പക്ഷി. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് അതിന്റെ ജീവിതത്തിൽ അതിന് സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അങ്ങനെ ആ പക്ഷിയുടെ റിയലൈസേഷൻ ആണ് ആ കവിതയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിവേ, താങ്ക് യു ഓൾ. Thank you. And there is also two persons, Safrina and Lakshmi. They also wrote write-up there, but unfortunately they are not here, maybe due to some range problems. So also I appreciate Safrina and Lakshmi for their effort. Okay, and there is two content also written by me. One was a write-up and other was a story. Story was just in Malayalam. That was a story about a dream of a small girl. You can read it. And the one article is about a place.
And this heading is Science of Uranium and Freedom of Shingolove. Shingolove is a place in Congo. And recently I read another article from a media. Then that article stuck to me because it was a new knowledge for me, such a place, Shingolove. And you can read that because the invention of the finding of uranium and the uranium mines and the problem created by that places. And it's also believed that the atom bomb, that means Little Boy and Fat Man, that destroyed Hiroshima and Nagasaki were exported from Shingolove. There is a very poor place, and still now that place also suffers so much disaster problem. That is because they have no freedom. That's absolute right thing. They have no freedom. And also I mentioned those points, evidences, things about that write-up. You can read that. And thank you all for their contents, their support. And now I want to welcome our faculty members to express their felicitation. And I want to welcome Rakhi ma'am for her beautiful words and a song also we expect from her. Welcome, Rakhi ma'am. Thank you, Devika. First and foremost, happy Independence Day to everyone, all of us. Then I sincerely want to appreciate each one of you for taking, especially the Enigma, for taking the efforts to realize this magazine, and especially to, I think, Aishi. And also today's this meeting, I was listening to all of your words. So usually when some function comes, only one or two people speaks. But today, everyone, I think all the first year MSc students, all of them spoke a little bit about their feelings, their writings and all those things, which gave us more opportunity to understand you in a better way. And also your thoughts, all those things we could get a little bit taste. What do you feel about freedom? What do you want? Something like that. And also I think by going through the magazine, we'll get to know you better in a better way. Okay, and from whatever you said, I feel I believe that all these writings are going to be very, very beautiful, touchy, and all of you are having good future in these areas also. You can always nourish another hobby also along with your career. So you should always keep on writing. Whoever is writing poems, they should keep on writing, keep on improving yourselves by writing whatever you feel. Whenever you feel something, just write it down, read it again, revise, and again next time something you feel, you just write. And all these things, don't just throw it in the dustbin, just keep it aside, so that after 1 year or 2 years, you can look into and see, oh, how I am improving. And I wish all of you all the very best. Okay. That's all I wanted to tell you. And thank you for giving me an opportunity to talk to you like this. Okay. Thank you. Ma'am, a song also, please. Oh, song first, Aishi, let her sing. Then one Gopika is there. She used to sing very nicely. When all of you can sing beautifully, why should I spoil this beautiful meeting with my voice? First we want to hear your song. No. Okay, since it is an Independence Day, I should sing some patriotic song, right? Some 3-4 lines which I used to listen. Have you ever watched a movie called Prem Pujari, in which Devanand was in the lead role and Wahida Rahman was there? So it is a beautiful movie. In there, so many beautiful songs are there. There is one song regarding the soldiers. It was to fill up energy to the soldiers. So some 2-3 lines I will sing about that thing. I'm just starting. All of you should pick up. Like I should sing something else, and Gopika. And if Anjana is attending, she is actually a certified singer of Akashvani, but I never heard her singing. Okay, she is my own student. She never sang in front of me also. So I used to I want to listen to all of you, and also I think Asha will say some mono act also. Okay, and somebody can say Kavidas, poems. That will also be nice. So some 2 lines. It is not melodious. It is just a rough thing.
ताकत वतन की हमसे है, हिम्मत वतन की हमसे है, इज्जत वतन की हमसे है, इंसान के हम रखवाले। ताकत वतन की हमसे है, हिम्मत वतन की हमसे है, इज्जत वतन की हमसे है, इंसान के हम रखवाले। सीना है फौलाद सा अपना, फूलों जैसा दिल है, तन में विंध्याचल का पल है, मन में ताजमहल है। सीना है फौलाद सा अपना, फूलों जैसा दिल है, तन में विंध्याचल का पल है, मन में ताजमहल है। ताकत वतन की हमसे है, हिम्मत वतन की हमसे है, इज्जत वतन की हमसे है, इंसान के हम रखवाले। देकर अपना खून सींचते देश की हम फुलवारी, बंसी से बंदूक बनाते हम वो प्रेम पुजारी। देकर अपना खून सींचते देश की हम फुलवारी, बंसी से बंदूक बनाते हम वो प्रेम पुजारी। ताकत वतन की हमसे है, हिम्मत वतन की हमसे है, इज्जत वतन की हमसे है, इंसान के हम रखवाले। ताकत वतन की हमसे है, हिम्मत वतन की हमसे है, इज्जत वतन की हमसे है, इंसान के हम रखवाले। Thank you. This is actually the soldiers are telling that this country's strength is from us. This country is having faith on us. Country's pride is depending on us. So we are we will protect all of you. Okay. And also they are telling that even though we act very hard outside, within heart our hearts are very soft like flowers, and we are ready to water your. My son is coming and looking, so I'm stopping it here. So I hope you enjoyed it. Okay. Yeah, it was very nice, Raki. Thank you. Thank you, Mamata. Thank you for tolerating. Okay. And, Now I want to listen also. Others also. Okay. Thank you. Very nice, ma'am. Thank you so much. Actually, we asked you a flower, but you gave us a bunch of flowers. So thank you so much. So nice. So Thank you. Thank you. okay, Ayushi and Gobik Chechi, we will later call them. And now I want to welcome Mamata ma'am to express for felicitation. I welcome Mamata ma'am. Okay, what to say? Raki has also means she has sung very nice song, no? So I got a refreshment. Like it was very nice. Just like with the Independence Day, we all are from this song only. We are by listening this song, we are all feeling like energetic. So this is like real feeling of the Independence Day. So I think all of you should watch that movie today if you can. So I do not have anything to say much. But first of all, let me wish you all a happy Independence Day. So I would say that this in childhood, when you were school, usually in Independence Day, all of the kids, we used to give speech about the freedom fighters, no? So, but I think now we have come in a state, which we have reached now in a stage that the meaning is we can realize and it's different. So for you guys, it's like you are independent. So if you are independent, the country is independent. And that's what you have today's that release of the magazine, just only maybe that 1 hour before I came to know about it, though message had come yesterday. And I had
the words which all of you already delivered your speech, and also the that regarding that you have put your expression, you have expressed your feelings, many things in the magazine. So it's really it's really appreciated, and I'm very much happy to just know about it. Nice to hear from all of you based on your writings, drawing, and speech, whatever. So actually it's a part of life. So only physics we cannot do anything. So I prefer also, I suggest to students that you should have some extracurricular activity, like this is your means this will give you some kind of pleasure and refreshment. So which I think this IUC used to sing very lovely sing. Her voice is very nice, and Malayalam songs, even if I don't understand, but the sweet voice, I always used to keep it on and listen, and beautiful voice. And also Shruti, especially that last Science Day program. So I think the painting she had, I think she did the painting. So it was like living. I mean that it's a heart touching. The painting, it was like a professional painter, but she is not professional painter, but she looks like. But this kind of like inherent quality that we all don't have. So some kids used to have that. So you should not you should keep it up. You should continue in that direction along with your study. So so this I would say that and this was a special on this day, and this release of this magazine is I think appropriate, and I would definitely love to read and have a look at this. So thank you all for your all efforts for writing or drawing or for putting effort for this releasing this magazine. And thank you very much for giving me this opportunity to just give a few words. And other things, I think every day, I am just meeting you every day in every class, and also to the same suggestions I have forever. So I would not repeat. And also I think CV sir and also Rakhi madam already spoken to you. So we are always with you. So wish you good luck. Keep faith on you first, believe yourself, and believe in hard working. Okay, so thank you all. Yeah, good luck. Thank you so much, teacher. Thank you for nice words. Now, and to welcome Jawahar sir for to express felicitation. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ? ആദ്യമായി സിബി സാറിനും അതേപോലെ തന്നെ ദേവികയ്ക്കും ഇങ്ങനെ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്നതിന് നന്ദി പറയുകയാണ്. വളരെ നല്ല ഇത് സ്വാതന്ത്ര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇങ്ങനെ ഒരു മാഗസിൻ സംവിധാനിച്ച ആയിഷയ്ക്കും അതേപോലെ തന്നെ ആയിഷയുടെ പിറകിലുള്ള അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റ് ക്ലാസ്സിലുള്ള മറ്റ് എല്ലാ കുട്ടികൾക്കും ഒക്കെ അവരെല്ലാം അവരുടെ ഈ പ്രയത്നത്തിൽ ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. സ്വാതന്ത്ര്യം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ശരിക്ക് സ്വാതന്ത്ര്യത്തിന് നമ്മുടെ മമതാ മാഡത്തിന്റെ അഭിപ്രായം അനുസരിച്ച് സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ ടീച്ചറിന്റെ അനുഭവത്തിൽ, ടീച്ചറിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നും അതിൽ നിന്നും ടീച്ചർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന, ടീച്ചറിന് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു സംഗതി ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. ഞാൻ ഹാർഡ് വർക്ക് You are naming means taking my name, but I am not understanding what you are telling about me. Some others will tell you what I have told. Okay. I was telling that you mentioned about hard working. I mean, what you meant by hard working is actually your own concept of freedom. That I was telling that
So you are understanding freedom by means of hard working. So I was telling No, that no, I am also ascribing to that view, even though I am not so hard working. So working hard and working with all my effort is to ensure the freedom. Freedom means so we have to ensure the good life of all the people in our country, not only to the country, to the whole world. A beautiful, free, happy, satisfied life, and that should be provided to. And we have to think of that, and we have to dream of that life, and that should be provided to every person in the country as well as in the world. So we have to work hard for that. So hard working is with the dedicated, with the motivated hard working, with all my potentiality, with all our potentialities. That is the only way to ensure the real freedom. So hard working is important. So we are also, though we are not working hard, it is hard working is the only solution to every problem. So we should make the day as well as and the night to have the same tone. That is, there should not be a difference between the day and night. We should work hard at all times throughout work hard to achieve our goals. So also in between that, somebody has mentioned about the goal of their class. That is, most of the persons are concerned to give social, socially responsible, socially conscious activities. So wherever you go, you should be conscious of that word. That is, all the 23% should be conscious of that that aspect of your class. Everybody is willing. That I think it is Divya who pointed out that fact. So everybody in the class should have that goal in their mind to contribute to the society and to be concerned about the social problems, to find out problems to the society, to our freedom, to our all aspects of freedom and our good life, our idea, to our ideas, to our thought, to our thinking. So that I means that is the to elevate our mind to the highest planes of consciousness is the really the meaning of the freedom. To its true essence, in my opinion, it is the elevating to the highest levels of consciousness, and that consciousness could not be achieved through hard work and real effort, real sustained effort in the path of truth and virtues. And that only is the way to achieve that. That is, we should be concerned only about the truth and reality, and whatever else. We are physics people. So we are searching the truth in the nature. So nature, it portrays the truth, the real reality behind everything. Everything is the reality is completely inscribed in nature. So that we are identifying in our exploration of the physics and its relevance. So then we have to gain that ideas from our learnings, and that we have to keep that in mind. So I thank all the students for expressing their ideas, expressing their intuition and their ideas intuition into this form. I thank you all for hearing me. Thank you very much. Thank you so much, sir. Okay, we all know that your support is very great for us in helping for competitive examination. You are supporting for us. Your dedication, we all thank you so much. Next, I want to welcome Hubert Joe, sir, for express felicitation. Hello. Good morning to all. Happy Independence Day. First of all, I would like to welcome. I would like to thank the students who involved to contribute writing poem and writings and
your originality of thinking about the freedom. So this is the time to achieve a lot, because we have to know what we have to do. So we have to know what is the freedom. So in that way we can do a lot. So I will listen your thinking. So that is good. So way of writing, poems and even drawing. So in my experience, usually physics students more think about their only their physics. But this is in a shifted way. I can see your own thinking, the way of freedom is slightly different. I just appreciate all your effort to coordinate all the things in a very nice way. Thank you so much for your effort. Thank you. Thank you so much, sir. Thank you all faculties. Udayan sir already sent his message in chat box. Thank you all faculties for your support, help and dedication. Okay, now it's time to hear a song from Ayushi. So I welcome Ayushi for her nice song. Sure, very good. Yeah. Actually, now I am not well to sing. Some kitsch issues in my throat, but we'll play the recorded version of my song. Ayushi is not audible. Not audible. So that may be audible. I am not able to hear. I am also hearing it. Is it audible? Yes, now it's audible. Little bit. Okay. It's not audible actually. Devika, there is something wrong, I guess. Hello? Okay, Ayushi, can you hear? Yes. Maybe network problem, or she's having some connectivity issue. കേൾക്കാമോ ആയുഷിക്ക്? പാട്ട് കേൾക്കാറില്ല. ഇല്ല, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ ശബ്ദം കേൾക്കാം. ഭൂമിയിൽ നിന്നൊരു ഭൂഷണം
ഭാരതം ശ്യാമതീര ഭീതിയകന്നൊരു ഭൂതലം തിലകങ്ങളേകുന്നിതാ ഓളമിളകുന്ന പൂഞ്ചോലയിൽ കമലമാകുന്ന ഭാരതം താളമോടെ ചമഞ്ഞാടുന്ന മാനമൂരമൻ ഭാരതം ആകാശവീതിയിൽ ഒരുമതൻ സുന്ദശോഭ ജലദീനലയുമി ചരിതമുണ്ടിത വല്ലനാതീത ഗാഥകൾ യാചനസ്യാദന്യയാതന ഏറെയേകി വിദേശികൾ ഇരുളിലായി നിലങ്ങളുമായി ഏകയായി നേരെ നേരെ പുകഞ്ഞൊരു പർവ്വതമധ്യയായി പടർന്നു നേരെ നേരെ പുകഞ്ഞൊരു പർവ്വതമധ്യയായി പടർന്നു ആസമരാതിരാളിയമർന്നു Thank you, Aishi. Thank you for beautiful song. You enjoyed. Okay. Now I want to welcome Savita ma'am. Savita ma'am is here for felicitation. I welcome ma'am. Good morning, all. I thought you didn't see me. Anyway, happy Independence Day. First of all, I would like to congratulate all of you for your great effort. I'm really happy that you are working from home with your creative hands. And so really happy that you have made a magazine like this, and hope this kind of work, hope this kind of effort we can go through, and you can extend this kind of work, and hope this is going to be a beginning, and in future also you can have a very good work like this, and I wish you a very great success in your future work also. Very happy to hear you all, and thank you for this opportunity. Thank you all. Thank you very much, ma'am. Thank you so much. Thank you for support. Okay, now we have to hear one more song from Govika Chechi. So I welcome Govika Chechi for her song. Hello. Hello, Chechi. Good morning, ma'am. കേൾക്കാമോ? Yeah, കേൾക്കാം. Good morning, all. Happy Independence Day to all. എനിക്കാണെങ്കിൽ ദേശഭക്തിയാണോ ഒന്നും ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ എന്തായാലും എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിൽ വരുന്ന ഒരു പാട്ട് എന്തായാലും പാടാം. മമത മാം, ഇറ്റ് ഈസ് എ മലയാളം സോങ്. ഐ ഹോപ്പ് യു വിൽ എൻജോയ് ഇറ്റ്. Yeah, without understanding. Okay. Yeah, sure. I can hear your voice. No problem. Continue. And Enigma, congratulations. നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തിന് ശരിക്കും മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. എല്ലാ ആശംസകളും. തുടർന്ന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല നല്ല ഇതുപോലത്തെ ക്രിയേറ്റീവ് വർക്ക്സ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. ഓക്കെ. Wow.
തമ്പുരുമിട്ടിയോ ഉള്ളിലെ മാമയിൽ നീലപ്പീരൻ വീശിയോ നിന്റെ ഓർമ്മയിൽ പൂക്കുന്നൊരു മഞ്ഞമന്ദാരമേ നിന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തിൻ കിളി പൈങ്കിളി മലത്തിൻ കിളി. I think it is enough. Gopika, superb. It's heart touching. It's amazing. Your voice is beautiful. No words to express. I don't understand anything what it's amazing. Yeah, very nice. We are enjoying really. Definitely, I will dedicate a Hindi song for you, ma'am. Yeah, do. Not only for her, for everybody you do. Send WhatsApp The voice, ma'am. song was very really It's amazing. Amazing. It's a like beautiful voice. heart touching. Thank you, Jawar sir. Thank you. Thank you. Thank you, Gopika Chechi. Thank you for wonderful song. Thank you. Sandhya ma'am. Yeah. Keep it up. Thank you very much, Gopika Chechi. Thank you so much. Now I want to welcome anyone from SIRSUS, our senior group, for their felicitation. Please, anyone? Let me prepare words. Here, lot of them. Thompson Chetan here, Amal Chetan here, and Reshmi Chechi here. Anyone from SIRSUS? Hi, good morning to all. This is absolutely a very good moment for all of us. And at first, a very happy Independence Day to all the members who have gathered here. At first, I would like to congratulate the team of Enigma for making an opportunity to gather in this pandemic situation. And happy to see you all in this platform. And this is the first time that I am seeing such a magazine prepared by the Department of Physics. We did not have prepared such one in the last year, and I have not seen our seniors magazine also. This is absolutely a very good effort done by the team of Enigma. I congratulate all the members of Enigma for their great effort behind this creative writing. And also, I would like to thank CB sir, who is also an inspiration. His inspiration and motivation is behind this work. And once again, I thank all the members of Enigma, and stay safe and stay happy and stay healthy. Thank you. Thank you. Thank you so much. I want to say one word about our seniors, that every time they are very helpful. If we have any difficult problem related to net or anything or related to our semester, they will always help us. So much thank you for all SIRSUS group or seniors. And now I want to welcome anyone from MPhil or research. Anyone to express their words? I think that there are somebody from MPhil and researchers here. Can anyone please? Mithun Chetan here, I think. MPhil. Okay, Sri Lashmi Chichi, okay.
Good morning, all. It's actually really a very great pleasure to see you all here in this platform, like being digitally together and moreover utilizing all this time very effectively. It is actually, it feels great to see your magazine, such great teamwork. Hats off to all the masterminds behind it. That's all. Happy Independence Day to all. Thank you so much, Srilashmi Chichi. Thank you all. And thank you all support. If anyone want to express their words, they can say here. Or otherwise, we can move to the vote of thanks section. I think that is 1 hour is already over. Okay, if anyone. Okay, now we can move to the vote of thanks section. I welcome Asha Francis for her words. Hello all. I'm here to express my gratitude to everyone who have gathered here. Speaking from the heart, it was really a wonderful session because I know that amid this pandemic, majority are very tense about thinking about many weird things. So at this moment, I think this has helped everyone a lot to gather their mental strength, and also this magazine somewhat it was a great relief for us because it had given a platform for the creativity, and so that first of all I would like to thank our dear HOD Sibi sir for giving a great effort in this for conducting this gathering, and also as a great motivation to publish this magazine. So behalf of everyone gathered here, I would like to express my sincere gratitude to Sibi sir. Then also I would like to thank all the faculty members who are really guiding and motivating us, and I know some of the faculty members are absent here, but amid their absence also I would like to tell them a great thanks, and all the research scholars, then MPhil students, and also our very dearest seniors, we would like to express our gratitude. And also to my dear Enigma family, I would like to express my gratitude. And I think that we can use this situation in more creative ways, and let all be happy. And again, wishing everyone a very happy Independence Day, and thank you. Thank you very much, Asha. And in our brochure, we already quoted that a name for COVID that challenge our vibe to become incredible and dedicate. Okay, that's our challenge. But for someone, it's a very disaster due to this COVID. Many lost their life and someone lost their employment. So much become unemployment. So we can pray for them, and we can hope that it will move soon, over soon, and we can rejoin again. And thank you, Sibi sir, for great effort and support. And thank you all Enigma members, sirs, MPhil, PhD students, all faculties, all of them for our help, motivation, etc. and for joining here also. This is a very special day, and thank you all. And now hand over my session to Sibi sir to conclude. Okay, Devika, thank you, and thank you all. So I have also sung a small song, so you can find the link in the chat box. I have uploaded in the YouTube channel. This is a song which I have sung, and Google has helped me to convert it into an instrumental music. And happy Independence Day to all. Anyway, it is a nice initiative for all those persons who doesn't know to sing. Okay. Anyway, thank you all for cooperation. Let's wind up. Okay. And see you all. Bye.
Okay, thank you all. Thank you.